സീറോ മലബാർ സഭയുടെ വക്താവും മീഡിയയുടെ മേഖലകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഫാദർ ആൻ്റണി വടക്കേക്കര ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. വളരെ ചരിത്രപ്രസിദ്ധമായ ഈ അസംബ്ലി കൈകാര്യം ചെയ്യാനും അതിൻ്റെ പിന്നിൽ നിന്ന അച്ഛൻ അത് എങ്ങനെ അത് മാനേജ് ചെയ്തു, എങ്ങനെ അത് ഇത്ര മനോഹരമാക്കി മാറ്റിയതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. അച്ഛാ, ഇതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം എന്താണ്? അച്ഛനെ അത് പ്രചോദിപ്പിച്ചത് എന്താണ്? സീറോ മലബാർ സഭയുടെ സംഘശക്തിയും അതുപോലെ തന്നെ സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് ആവേശവും പകർന്നുകൊണ്ടാണ് സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാലായിൽ ഇന്ന് ഫലപ്രദമായും ഗംഭീരമായും അവസാനിച്ചത് എന്ന് പറയുന്നത് ഏറെ സന്തോഷമുണ്ട്. ഏകദേശം 8 വർഷക്കാലത്തെ സംഘടിതമായ പരിശ്രമത്തിൻ്റെയും ഹോംവർക്കിൻ്റെയും ബൗദ്ധികമായും ദൈവശാസ്ത്രപരമായും ദൈവാനുഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുടെയും ശക്തിയിലാണ് ഈ അസംബ്ലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയത്. തീർച്ചയായും ഇതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ പേര് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയ, സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബൗദ്ധികമായ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് വേണ്ടി ബിഷപ്പുമാർ നേതൃത്വം കൊടുക്കുന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാനും മുൻ അസംബ്ലി നടന്ന സ്ഥലം എന്ന രീതിയിൽ ഇരിങ്ങാലക്കുടയിൽ എപ്രകാരമാണ് സംഘടിപ്പിച്ചത്, അതിനേക്കാൾ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള അസംബ്ലി കമ്മിറ്റി ഏറ്റവും മനോഹരമായി പ്രവർത്തിച്ചു. അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ജോജി കല്ലിങ്ങലച്ചനും കാര്യമാത്ര പ്രസക്തമായ സംഭാവനകൾ ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ നൽകുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അസംബ്ലി എവിടെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തിച്ചപ്പോൾ പാലായിലാകട്ടെ എന്ന് സിനഡ് തീരുമാനിക്കുകയും അത് നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഏറ്റെടുക്കുകയും വളരെ മനോഹരമായി നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തത് പാലാ രൂപതയുടെ മെത്രാൻ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് മുഖ്യ വികാരി ജനറൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് തടത്തിലച്ചനും ടീമംഗങ്ങളെല്ലാവരും, രൂപതയുടെ കൂരിയായും രൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന വലിയൊരു ടീം ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ഇന്ന് സമാപന സമ്മേളനം നടന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി 4 ദിവസങ്ങൾ നീണ്ടു നിന്ന ഈ സമ്മേളനത്തിൻ്റെ സമാപനം ഏറ്റവും വർണ്ണശബളമായി സഭയുടെ പ്രൗഢിയും മഹിമയും ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചോതുന്ന ഒരു സമാപന സമ്മേളനമായിരുന്നു നടന്നത്. പ്രധാനമായും ഇതിൽ സംഭവിച്ച കാര്യങ്ങളൊന്ന് പറയുക. മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ബസീലിയൂസ് മാർ ക്ലിമ്മീസ് തിരുമേനിയാണ് സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അധ്യക്ഷതയിലാണ് ഈ ചടങ്ങുകളെല്ലാം ക്രമീകരിക്കപ്പെട്ടത്, സമാപന സമ്മേളനവും. അതുകൊണ്ട് തന്നെയും പിതാവ് പറഞ്ഞു, സഹോദര സഭകളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നായി മുന്നോട്ട് പോകുന്ന ഒരു ശൈലി സഭ തുടർന്നും അനുവർത്തിക്കുമെന്ന് അഭിവന്യ തട്ടിൽ പിതാവ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചത് കേരള സംസ്ഥാനത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രിയും സഭയുടെ പുത്രനുമായ ശ്രീ റോഷി അഗസ്റ്റിൻ ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അതിൻ്റെ സാക്ഷ്യവുമൊക്കെ ഈ സഭയോട് എത്രമാത്രം താല്പര്യവും അഭിമാനവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു. അതുപോലെ തന്നെ സീറോ മലബാർ സഭാംഗങ്ങളായ MP-മാരും MLA-മാരുമായ ജനപ്രതിനിധികൾ ഇതിലേക്ക് അവസാന ദിവസത്തെ ഈ സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവർ വരികയും പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അവരോടെല്ലാവരോടും ഞാൻ സംസാരിച്ചു ഇതിനോടകം. അവരെല്ലാവരും വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ അസംബ്ലിയെക്കുറിച്ചും സീറോ മലബാർ സഭയെക്കുറിച്ചും സഭാവിശ്വാസത്തെക്കുറിച്ചും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംസാരിച്ചു എന്നുള്ളത് തീർച്ചയായും നമുക്ക് ശുഭകരമായ ഒരു ഭാവി നമ്മുടെ മുൻപിലുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയും സഭയുടെ ഐക്യ കാഹളം ഉച്ചത്തിൽ മുഴങ്ങാൻ സഹായകരമാകുന്ന രീതിയിലും അടുത്ത അസംബ്ലിക്ക് വേണ്ടിയുള്ള 5 വർഷത്തെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സജ്ജരാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമാണ് ഇത്തവണത്തെ അസംബ്ലി സമാപിച്ചത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്
തീർച്ചയായും കൂപ്പ് കൈകളോടെ നമ്ര ശിരസോടുകൂടെ നമുക്കെല്ലാവർക്കും എളിമയോടുകൂടെ ആയിരിക്കാം. ദൈവം ഇനിയും നമ്മുടെ സഭയെ കൂടുതലായി മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ഇടവരട്ടെ.